കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന പരാമർശമാണ് ശ്രീ എം മണി കഴിഞ്ഞ ദിവസം നടത്തിയത്. ഞങ്ങളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഭക്ഷിച്ചതിന് ശേഷം ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്തു എന്ന് പറയുന്ന എം മണിയുടെ പരാമർശം സത്യത്തിൽ കേരള ജനതയെ പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന പരാമർശമാണ്. അയാളുടെ കുടുംബസ്വത്തോ തറവാട് സ്വത്തോ എടുത്തല്ല ജനങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നത്. എം മണിയുടെ കുടുംബസ്വത്തും തറവാട് സ്വത്തും എടുത്തിട്ടല്ല ജനങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളാകെ നൽകുന്നത്. കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് സമാഹരിക്കുന്ന ഖജനാവിലെ പണം അവർക്ക് അർഹതപ്പെട്ട അവകാശമായി ആനുകൂല്യമായി വിതരണം ചെയ്യുമ്പോൾ അയാളുടെ തറവാട് സ്വത്തെടുത്ത് വിതരണം ചെയ്യുന്നത് പോലെയാണ് എം മണിയെപ്പോലെയുള്ള CPM-ന്റെ മുതിർന്ന നേതാവ് ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത്. എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടുന്നില്ല? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല? ഇതാണ് CPM-ന്റെ തുടർഭരണത്തിലൂടെ ഉണ്ടായ ധാർഷ്ട്യം, അഹങ്കാരം, ധിക്കാരം. എന്ത് അധാർമികത പ്രവർത്തിച്ചാലും, ആരെ ആക്ഷേപിച്ചാലും, എന്ത് തോന്നിയാസം പറഞ്ഞാലും അതിനെ മുഴുവൻ ന്യായീകരിക്കാനുള്ള സംഘടനാപരമായ സംവിധാനവും സാമ്പത്തികമായ ശേഷിയും ഭരണാധികാരവും ഉണ്ട് എന്ന് പറഞ്ഞ് എന്തും ചെയ്യാമെന്നുള്ള ഈ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഏറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായിട്ടുള്ള പരാജയമെന്ന് വിലയിരുത്താൻ ഇനിയും അവർക്ക് കഴിയുന്നില്ല. അതാണ് എം മണിയുടെ ഭാഷ്യത്തിലൂടെ, പരാമർശത്തിലൂടെ ലഭിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എം മണിയുടെ ഈ പരാമർശത്തിന് കേരളത്തിലെ ജനത മറുപടി നൽകും. ആ മറുപടി നൽകുന്നത് ഇപ്പോഴല്ല, 4 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ വാങ്ങി ഭക്ഷിച്ചതിന് ശേഷം തിരിഞ്ഞുകുത്തി എന്ന് പറയുന്ന എം മണിയുടെ ഭാഷ, എം മണിയുടെ പ്രയോഗം കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതികരണം ശക്തമായി രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന പരാമർശമാണ് ശ്രീ എം മണി കഴിഞ്ഞ ദിവസം നടത്തിയത്. ഞങ്ങളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഭക്ഷിച്ചതിന് ശേഷം ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്തു എന്ന് പറയുന്ന എം മണിയുടെ പരാമർശം സത്യത്തിൽ കേരള ജനതയെ പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന പരാമർശമാണ്. അയാളുടെ കുടുംബസ്വത്തോ തറവാട് സ്വത്തോ എടുത്തല്ല ജനങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നത്. എം മണിയുടെ കുടുംബസ്വത്തും തറവാട് സ്വത്തും എടുത്തിട്ടല്ല ജനങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളാകെ നൽകുന്നത്. കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് സമാഹരിക്കുന്ന ഖജനാവിലെ പണം അവർക്ക് അർഹതപ്പെട്ട അവകാശമായി ആനുകൂല്യമായി വിതരണം ചെയ്യുമ്പോൾ അയാളുടെ തറവാട് സ്വത്തെടുത്ത് വിതരണം ചെയ്യുന്നത് പോലെയാണ് എം മണിയെപ്പോലെയുള്ള CPM-ന്റെ മുതിർന്ന നേതാവ് ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത്. എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടുന്നില്ല? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല? ഇതാണ് CPM-ന്റെ തുടർഭരണത്തിലൂടെ ഉണ്ടായ ധാർഷ്ട്യം, അഹങ്കാരം, ധിക്കാരം. എന്ത് അധാർമികത പ്രവർത്തിച്ചാലും, ആരെ ആക്ഷേപിച്ചാലും, എന്ത് തോന്നിയാസം പറഞ്ഞാലും അതിനെ മുഴുവൻ ന്യായീകരിക്കാനുള്ള സംഘടനാപരമായ സംവിധാനവും സാമ്പത്തികമായ ശേഷിയും ഭരണാധികാരവും ഉണ്ട് എന്ന് പറഞ്ഞ് എന്തും ചെയ്യാമെന്നുള്ള ഈ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഏറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായിട്ടുള്ള പരാജയമെന്ന് വിലയിരുത്താൻ ഇനിയും അവർക്ക് കഴിയുന്നില്ല. അതാണ് എം മണിയുടെ ഭാഷ്യത്തിലൂടെ, പരാമർശത്തിലൂടെ ലഭിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എം മണിയുടെ ഈ പരാമർശത്തിന് കേരളത്തിലെ ജനത മറുപടി നൽകും. ആ മറുപടി നൽകുന്നത് ഇപ്പോഴല്ല, 4 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ വാങ്ങി ഭക്ഷിച്ചതിന് ശേഷം തിരിഞ്ഞുകുത്തി എന്ന് പറയുന്ന എം മണിയുടെ ഭാഷ, എം മണിയുടെ പ്രയോഗം കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതികരണം ശക്തമായി രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.